ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വർഷം +1 ആയിട്ട് പിരിഞ്ഞു. ഇനിയിപ്പോൾ ഈ വർഷം എല്ലാവരും +2 ആണ്. എല്ലാവരും ഒപ്പമുണ്ടെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ പരീക്ഷയൊക്കെ എളുപ്പമുണ്ടായിരുന്നു എല്ലാവർക്കും. അത് നമുക്ക് പിന്നെ ആലോചിക്കാം അല്ലേ, പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. ഈ സിറ്റുവേഷനിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ പോവാണ്. സാധാരണ നമ്മുടെ റെഗുലർ ക്ലാസ്സിനേക്കാളും അത്ര ഒരു സുഖകരമല്ലാത്തൊരു ക്ലാസ്സാണല്ലേ ഓൺലൈൻ ക്ലാസ്. അതോ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും നമ്മളിനി നേരിട്ട് കാണുന്നത് വരെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ആരൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആരൊക്കെ ഉണ്ട് എന്നെനിക്കറിയില്ല, പുതിയ ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാവരെയും നമ്മളിനി നേരിട്ട് കാണാം. അപ്പോഴേക്കും നമുക്ക് അതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് പോർഷൻസ് ഇപ്പോൾ തന്നെ കവർ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വർഷത്തെ പോർഷൻസ് ഒന്ന് തുടങ്ങാം. ഈ വർഷം നിങ്ങൾക്ക് ബയോളജിയിൽ 16 ലെസൺസാണ് ആകെ ഉള്ളത്. കഴിഞ്ഞ വർഷം 22 ലെസൺസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം 16 ലെസൺസാണുള്ളത്. കഴിഞ്ഞ വർഷം 11 ബോട്ടണിയും 11 സുവോളജിയും ഉണ്ടായിരുന്നു. ഈ വർഷം 8 ബോട്ടണിയും 8 സുവോളജിയും. കഴിഞ്ഞ വർഷത്തിനേക്കാളും വളരെ ഈസി ആയിട്ടുള്ള ലെസൺസും കൂടിയാണ് നമുക്ക് ഈ വർഷം ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റും. നന്നായിട്ട് പഠിക്കാനും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർക്കാനും പറ്റുന്ന പോർഷൻസാണ് നമ്മൾ ഈ വർഷം കവർ ചെയ്യുന്ന പോർഷൻസ് എല്ലാം. ആൻഡ് നമുക്ക് ഈ വർഷമുള്ള ലെസൺസ് ഒന്ന് പറഞ്ഞാലോ. ആദ്യത്തെ ലെസൻ്റെ പേര്, ഞാൻ ബോട്ടണിയിലെ ലെസൺസ് മാത്രമാണ് പറയുന്നത്, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. രണ്ടാമത്തേത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയും. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മൂന്നാമത്തെ ലെസൻ്റെ പേര് strategies for enhancement in food production. 4ഉം 5ഉം ബയോടെക്നോളജിയുടെ 2 ലെസൺസ് ആണ്. ബയോടെക്നോളജിയുടെ 2 ലെസൺസ് ആണ് 4ഉം 5ഉം. ആറാമത്തെ ലെസൺ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്ന് പറയും. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ്. ഏഴാമത്തെ ലെസൺ ഇക്കോസിസ്റ്റം. 8 എൻവയോൺമെൻ്റൽ ഇഷ്യൂസ്. സോ 8 ലെസണാണ് ബോട്ടണിയിലുള്ളത്. നിങ്ങൾ സുവോളജി തുടങ്ങിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഈ ബോട്ടണിക്കും സുവോളജിക്കും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു ലെസണാണ് ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത്, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അതായത് റീപ്രൊഡക്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ പറയുന്ന ലെസണാണ്. അത് പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്ഷൻ ആയാലും ആനിമൽസിൻ്റെ റീപ്രൊഡക്ഷൻ ആയാലും സെയിം ആണ്. റീപ്രൊഡക്ഷനെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈനൊക്കെ പറയുന്ന ലെസണാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അപ്പോൾ ബോട്ടണിക്കും സുവോളജിക്കും കോമൺ ആയിട്ടുള്ളൊരു ലെസണാണ് ഇത്. നമ്മൾ ആദ്യം പഠിച്ചിട്ടായിരിക്കും മിക്കവാറും ബോട്ടണിയിലെയും സുവോളജിയിലെയും ബാക്കി ലെസൺസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് കാണുകയും കേൾക്കുകയും ചെയ്യുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നോട്ട് തയ്യാറാക്കുക. ഇംഗ്ലീഷിലോ മലയാളത്തിലോ മംഗ്ലീഷിലോ ഒക്കെ നോട്ട് തയ്യാറാക്കുക. സ്വന്തമായിട്ട് പഠിക്കുക. എന്നിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ക്ലാസ്സുകളിൽ, വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ് ക്ലാസ് വയ്ക്കും. അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ ക്ലിയർ ചെയ്യാം. ഞാൻ നോട്ട്സും തരുന്നതായിരിക്കും. അല്ലാതെ എനിക്ക് തോന്നുന്നു ഓൾറെഡി നിങ്ങൾക്ക് നോട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഈ ലെസൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ച് ഏകദേശമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ലെസനെക്കുറിച്ച്. ഓക്കെ, എന്തായാലും നമ്മുടെ ഫസ്റ്റ് ലെസൺ അപ്പോൾ എന്തായിരിക്കും? റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്.
റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ആണ് നമ്മുടെ ഫസ്റ്റ് ലെസൺ. ആൻഡ് വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോസസ്സാണ്. ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതിനെ ഞാൻ ഡിഫൈൻ ചെയ്താൽ ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ് in which an adult organism give rise to a young one of the same kind. ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു ജീവി അതിൻ്റെ തന്നെ വർഗത്തിൽപ്പെട്ട മറ്റൊരു ജീവിക്ക് ജന്മം നൽകുന്ന പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് an adult organism give birth to a young one അല്ലെങ്കിൽ produces a young one of the same kind. ഇത് എല്ലാ ജീവജാലങ്ങളുടെയും ഒരു പ്രത്യേകതയാണ്. അതായത് ലിവിങ് തിങ്സിനെയും നോൺ ലിവിങ് തിങ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് റീപ്രൊഡക്ഷൻ. നോൺ ലിവിങ് തിങ്സിന് റീപ്രൊഡക്ഷൻ ഇല്ല, ലിവിങ് തിങ്സിന് മാത്രമേ റീപ്രൊഡക്ഷൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലിവിങ് തിങ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും കൂടിയാണ് റീപ്രൊഡക്ഷൻ. ദ പ്രൊഡക്ഷൻ ഓഫ് young ones of the same kind by an organism. Reproduction is the production of young ones of the same kind by an organism. And reproduction രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏതൊക്കെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷനും എസെക്ഷൽ റീപ്രൊഡക്ഷനും. Two types of reproduction are sexual reproduction and asexual reproduction. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? Two types of reproduction, asexual reproduction and sexual reproduction. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് asexual reproduction? അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. വാട്ട് ഈസ് asexual reproduction? The type of reproduction without the fusion of gametes. The type of reproduction without the fusion of gametes is called asexual reproduction. Normally reproduction നടക്കുന്നത് രണ്ട് ഓർഗാനിസംസിൻ്റെ അല്ലേ, രണ്ട് ഓർഗാനിസംസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തൊരു സൈഗോട്ട് ആകും, സൈഗോട്ട് വളർന്ന് എംബ്രിയോ ആകും, എംബ്രിയോ വളർന്ന് ഒരു യങ് വൺ ആകും. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള റീപ്രൊഡക്ഷനെയാണ് നമ്മൾ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ഈസ് കോൾഡ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ആൻഡ് ദ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ വിത്ത് ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്, ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നും പറയും. Sexual reproduction is the type of reproduction with the help of fusion of gametes. എന്നാൽ asexual reproductionൽ there is no fusion of gametes. നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ആദ്യം asexual reproduction, പിന്നെ sexual reproduction. asexual reproductionൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിന് എക്സാമ്പിൾസ് എന്താണ്, അതൊക്കെയാണ് ഇനി പറയുന്നത്. ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് asexual reproduction എന്നാണ്. ഈ ലെസണിൽ നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതിന് എക്സാമ്പിൾസ് ഒക്കെയാണ് ആദ്യം പറയുന്നത്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇസ് ദ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. ഇതിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ഇല്ല അല്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ദർ ഇസ് നോ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. നമുക്കറിയാം ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഡൾട്ടായിട്ടുള്ള രണ്ട് ഓർഗാനിസംസിനകത്തായിരിക്കും. മെയിൽ ഓർഗാനിസവും ഫീമെയിൽ ഓർഗാനിസവും വേണം, അല്ലെങ്കിൽ ഒരേ ഓർഗാനിസമിൽ തന്നെ രണ്ട് സെക്സ് ഓർഗൻസും വേണം. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ മാത്രം സഹായത്തോടു കൂടിയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. there is only one parent involved in asexual reproduction. രണ്ട് പാരൻസ് ഇല്ല, മെയിൽ പാരൻ്റ് ഇല്ല, മെയിൽ പാരൻ്റ് എന്നും ഫീമെയിൽ പാരൻ്റ് എന്നും പറഞ്ഞിട്ട് രണ്ട് പാരൻസ് ഇല്ല. അതായത് മദറും ഫാദറും ഇല്ല എന്നർത്ഥം. ഒരു യൂണി പാരൻ്റലായിട്ടുള്ള റീപ്രൊഡക്ഷനാണ് asexual reproduction. What is യൂണി പാരൻ്റൽ? Only one parent is required. It is uniparental. Asexual reproduction is uniparental. There is no fusion of gametes എന്ന് പറഞ്ഞു.
ഗമീറ്റ്സ് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത്, നിങ്ങൾ സെൽ ഡിവിഷൻ പഠിച്ചിട്ടുണ്ട് സൈറ്റോളജിയിൽ. മൈറ്റോസിസും മിയോസിസും 2 പ്രോസസ്സുകൾ. അതിൽ മിയോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്തിനാണ് സഹായിക്കുന്നത്? ഗമീറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ അല്ലേ? ഡിപ്ലോയിഡ് ആയിട്ടുള്ളൊരു മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആയിട്ട് മാറും. ആ 4 ഹാപ്ലോയിഡ് സെൽസും എന്താണ്? ഗമീറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ഗമീറ്റ്സ് ഉണ്ടാകണമെങ്കിൽ മിയോസിസ് വേണം. ഈ ഒരു പ്രോസസ്സിൽ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗമീറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഗമീറ്റ്സിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വരുന്ന സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് മൈറ്റോസിസ് ആണ്. മൈറ്റോസിസ് ഈസ് ദ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എസെക്ഷൽ റീപ്രൊഡക്ഷൻ. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ദർ ഇസ് നോ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്, ഇറ്റ് ഈസ് യൂണിപാരന്റൽ. പിന്നെന്താണ്? ദർ ഇസ് ഓൺലി മൈറ്റോസിസ്, നോ മിയോസിസ്. മിയോസിസ് സംഭവിക്കുന്നില്ല. മിയോസിസ് നടക്കണമെങ്കിൽ അവിടെ ഗമീറ്റ്സ് ഫോം ചെയ്യണം. അപ്പോൾ ഗമീറ്റ്സിൻ്റെ ഫോമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മിയോസിസിൻ്റെ ആവശ്യമില്ല, മൈറ്റോസിസ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെ ഉണ്ടാകുന്ന എല്ലാ യങ് വൺസും പാരൻറ്റിൻ്റെ അതേ ക്യാരക്ടേഴ്സോട് കൂടിയതായിരിക്കും. ഓൾ ദ ഇൻഡിവിജ്വൽസ് ഫോംഡ്, ഉണ്ടാകുന്ന എല്ലാ യങ് വൺസും ആരെപ്പോലിരിക്കും? പാരൻറ്റിനെ പോലിരിക്കും. എക്സാക്ട്ലി സിമിലർ ടു ദ പാരൻ്റ് ഓർഗാനിസം ആയിരിക്കും. ഓൾ ദ യങ് വൺസ് ആർ സിമിലർ ടു ദ പാരൻറ്റ്, അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ടു ദ പാരൻറ്റ്. ഓൾ ദ യങ് വൺസ് ആർ ഐഡൻറ്റിക്കൽ ടു ദ പാരൻറ്റ്. ഓൾ ദ യങ് വൺസ് ആർ ഐഡൻറ്റിക്കൽ ടു ദ പാരൻറ്റ്. അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ എല്ലാ യങ് വൺസും സെപ്പറേറ്റ്, ഓരോന്നും ഓരോരുത്തരെ പോലെ, അതായത് ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന എല്ലാ യങ് വൺസും സിമിലർ ആയിരിക്കും. ഇങ്ങനെയുള്ള യങ് വൺസിനെ പറയുന്ന ഒരു പേരുണ്ട്, എന്താണെന്നറിയാമോ? ക്ലോൺസ്. ഇന്ന് +2ൻ്റെ എക്സാം ആയിരുന്നു. ഇന്ന് +2ൻ്റെ ഫൈനൽ എക്സാം ആയിരുന്നു. അതായത് ഈ വർഷത്തെ 2020 മാർച്ചിൽ നടത്താനിരുന്ന ആ പരീക്ഷ മാറ്റി വെച്ചിട്ട് നടത്തിയ എക്സാം ഇന്നായിരുന്നു. ഇന്നത്തെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ക്ലോൺസ്. ഇന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ക്ലോൺ. ഇന്ന് ബോട്ടണിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ വാട്ട് ഇസ് എ ക്ലോൺ, അല്ലെങ്കിൽ വാട്ട് ആർ ക്ലോൺസ്? ദ യങ് വൺസ് വിച്ച് ആർ ഐഡൻറ്റിക്കൽ ടു ദ പാരൻറ്റ്. ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ സിമിലർ ആയിരിക്കും, പാരൻറ്റിന് സിമിലർ ആയിരിക്കും. അത് മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. മോർഫോളജിക്കലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കാണാൻ പാരൻറ്റിനെ പോലെ തന്നെ ഇരിക്കും. അതാണ് മോർഫോളജിക്കലി സിമിലർ. ജനറ്റിക്കലി സിമിലർ എന്ന് പറയുമ്പോൾ അവരുടെ ജീനോ ടൈപ്പും അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് പാരൻറ്റിൻ്റെ അതേ ക്യാരക്ടേഴ്സോട് കൂടിയ യങ് വൺസ് ആയിരിക്കും എന്ന് മീനിങ്. ക്ലിയർ ആണോ? അപ്പോൾ all the young ones are identical to the parent and the morphologically and genetically similar individuals. A group of, ഞാൻ definition ആണ് പറയുന്ന ക്ലോൺസിൻ്റെ, a group of morphologically and genetically similar individuals produced by asexual reproduction is called a clone. The morphologically and genetically similar individuals produced by asexual reproduction, a group of morphologically and genetically similar individuals produced by asexual reproduction is called a clone. അപ്പോൾ asexual reproduction വഴി ഉണ്ടാകുന്ന എല്ലാ യങ് വൺസും സിമിലർ ആയിരിക്കും. അതിനെ നമ്മൾ ക്ലോൺസ് എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ there is no fusion of gametes, it is uniparental, there is only mitosis, there is no meiosis, and all the young ones are just identical to the parent. That is, all the young ones are together called clones. അതാണ് asexual reproductionൻ്റെ പ്രത്യേകതകൾ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്ത പ്ലാന്റ്സ് ഉണ്ടായിരിക്കും, ആനിമൽസ് ഉണ്ടായിരിക്കും, അത്രയും കോംപ്ലക്സിറ്റി ഇല്ലാത്ത ആനിമൽസ് ആയിരിക്കും. അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ കാണുള്ളൂ. ഒരു സിമ്പിളായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനും കൂടിയാണ് asexual reproduction എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് asexual reproduction ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ്. ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഫോർ asexual reproductions. ഡിഫറെൻറ്റ് asexual reproduction മെത്തേഡ്സ് ആണ് ഇനി പറയുന്നത്.
ഒന്ന് ബഡ്ഡിംഗ്, രണ്ട് ബൈനറി ഫിഷൻ, മൂന്ന് ജെമ്മ്യൂൾസ്, നാല് ബൾബിൽസ്, മൾട്ടിപ്പിൾ ഫിഷൻ, spore formation, vegetative propagation, ഇതൊക്കെ ഡിഫറെൻ്റ് എക്സാമ്പിൾസ് ഫോർ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഡിഫറെൻ്റ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് ഇതൊക്കെ. ബഡ്ഡിംഗ്, ബൈനറി ഫിഷൻ, ജെമ്മ്യൂൾസ്, ബൾബിൽസ്, മൾട്ടിപ്പിൾ ഫിഷൻ, സ്പോർ ഫോമേഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി ഒരുപാടെണ്ണം ഉണ്ട്, നമുക്കിതിൽ കുറച്ച് എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിൽ ബഡ്ഡിംഗ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആരെങ്കിലും ഏതെങ്കിലും ഒരു ഓർഗാനിസം ബഡ്ഡിംഗ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ വർഷം സുവോളജിയിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെസണിൽ ആനിമൽ കിങ്ഡമിൽ ആരാന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. ഹൈഡ്ര. ഹൈഡ്ര റീപ്രൊഡ്യൂസ് എസെക്ഷലി ബൈ ബഡ്ഡിംഗ്. എങ്ങനെയാണ് ബഡ്ഡിംഗ് വരുന്നത്? ഇത് ഒരു ഹൈഡ്രയുടെ ബോഡിയാണെങ്കിൽ, ഹൈഡ്രയുടെ ഒരു ബോഡിയാണിതെങ്കിൽ ഇതിൻ്റെ ലാറ്ററൽ സൈഡിലായിട്ട് ഒരു മിനിയേച്ചർ ഫോം ഓഫ് ഹൈഡ്ര ഉണ്ടാകും. ഹൈഡ്രയുടെ തന്നെ ഒരു കുഞ്ഞു രൂപം ഉണ്ടാകും. ആദ്യം അതൊരു ബഡായിട്ടായിരിക്കും വരുന്നത്, പിന്നെ അത് വളർന്നിട്ട് ഈ ഹൈഡ്രയുടെ തന്നെ ഒരു കുഞ്ഞു രൂപമായിട്ട് മാറും. എന്നിട്ട് അത് ഇതിൽ നിന്ന് അടർന്ന് മാറി സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു മീഡിയത്തിൽ ചെന്ന് പറ്റി പിടിച്ച് വളരും. അപ്പോൾ ഇങ്ങനെയാണ് ബഡ്ഡിംഗ് ബൈ ഹൈഡ്ര. ബഡ്ഡിംഗ് ഈസ് ഡൺ ബൈ ഹൈഡ്ര. വേറൊരാളും കൂടി ബഡ്ഡിംഗ് ചെയ്യുന്നുണ്ട്. ഓർത്ത് നോക്കിക്കേ, നമ്മൾ ബോട്ടണിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഈസ്റ്റ് റീപ്രൊഡ്യൂസ് എസെക്ഷലി ബൈ ബഡ്ഡിംഗ്. ഈസ്റ്റ് എന്ന് പറയുന്നൊരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ആണ് അല്ലേ? ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ളൊരു ഫംഗസ് ആണ് ഈസ്റ്റ്. ആൻഡ് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്മോൾ സെൽ, ഒരു ബഡ് പോലെ വരും, അത് സെല്ലായിട്ട് മാറും. പിന്നെ ഇത് വീണ്ടും ഇതിൽ നിന്ന് അടർന്ന് വീണ് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സെല്ലായിട്ട് അങ്ങ് ജീവിക്കും. അപ്പോൾ yeast, hydra, etc. are examples for organisms which reproduce asexually by budding. അടുത്ത എന്താണ്? ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ എക്സാമ്പിൾ ഓർത്ത് നോക്കൂ. ഏതെങ്കിലും അറിയാമോ? ബാക്ടീരിയ അല്ലേ? ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അമീബ. അമീബ ഓൾസോ റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. എന്താണ് ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ? എ മെച്യൂർ മദർ സെൽ ഡിവൈഡ്സ് ഇൻ ടു 2 ഡോട്ടർ സെൽസ്. അത് ഈക്വലാകാം, അൺഈക്വലാകാം. ഈക്വലോ അൺഈക്വലോ ആയിട്ടുള്ള 2 സെൽസായിട്ട് മാറും. എന്നാൽ ഒരു മെച്യൂറായിട്ടുള്ള മദർ സെല്ല് ഒരുപാട് സെൽസായിട്ട് മാറുമ്പോൾ അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയും. അമീബ മൾട്ടിപ്പിൾ ഫിഷനും ചെയ്യാറുണ്ട്. ബൈനറി ഫിഷൻ ചെയ്യാറുണ്ട്, മൾട്ടിപ്പിൾ ഫിഷനും ചെയ്യാറുണ്ട്. ഈ ബൈനറി ഫിഷൻ ചെയ്യുന്നത് നോർമൽ കണ്ടീഷൻസിലും അൺഫേവറബിൾ കണ്ടീഷൻസിൽ മൾട്ടിപ്പിൾ ഫിഷനും ചെയ്യാറുണ്ട്. ഇനി ജെമ്മ്യൂൾസ്. ജെമ്മ്യൂൾസ് എന്ന് പറയുന്നത് സ്പോഞ്ചസിൽ കാണുന്ന ഒരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ്. സ്പോഞ്ചസിലെ ഒരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് ജെമ്മ്യൂൾസ്. ബൾബിൽസ്, അഗേവ്. അഗേവ് എന്ന് പറയുന്നതേ ഒരു ഹയർ പ്ലാന്റ് ആണ്. ഇതിനെ നമ്മൾ മലയാളത്തിൽ ആനപ്പുറുത്തി എന്ന് പറയും. ആനപ്പുറുത്തി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കും. നമ്മുടെ പൈനാപ്പിൾ പ്ലാന്റ് പോലെ തന്നെ ഇരിക്കും. അത്രയും വലുതായിരിക്കില്ല എന്നേ ഉള്ളൂ. പൈനാപ്പിൾ പ്ലാന്റ് പോലെ തന്നെ ഇരിക്കും. എന്നിട്ട് ഇത് ചെടിയാണെന്ന് വിചാരിക്കാം. പൈനാപ്പിൾ പ്ലാന്റ് പോലെ ഇരിക്കുന്നു. അത് നല്ല നീണ്ട ഒരു തണ്ട് വരും. എന്നിട്ട് ഒരു കുഞ്ഞ് പൈനാപ്പിൾ പോലെ അതിലുണ്ടാവും. ഈ ചെടിയാണ് അഗേവ്. പക്ഷെ പേര് ആനപ്പുറത്തി എന്നാണ്. ചെറിയ പുറത്തിയാണ് ഉണ്ടാകുന്നതെങ്കിലും പേര് ആനപ്പുറത്തി എന്നാണ്. അതിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് അഗേവ്. ഈ സാധനമാണ്, അതായത് ഈ കുഞ്ഞു പൈനാപ്പിൾ പോലെ വരുന്നില്ലേ, ആ സാധനമാണ് ബൾബിൽ എന്നറിയപ്പെടുന്നത്.
ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയാൽ, ഇതിനെ പറിച്ചിട്ട് നമ്മൾ പ്രത്യേകം നട്ടാൽ അത് പുതിയ പ്ലാന്റായിട്ട് വളർന്നു വരും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ബൾബിൽ എന്നാണ് പറയുന്നത്, അഗേവ് പ്ലാന്റിൻ്റെ ബൾബിൽ. അടുത്ത മെത്തേഡ് എന്താണ്? മൾട്ടിപ്പിൾ ഫിഷൻ ഞാൻ പറഞ്ഞു. സ്പോർ ഫോമേഷൻ. സ്പോർ ഫോമേഷൻ പല ഓർഗാനിസംസും ചെയ്യുന്നുണ്ട്. നമുക്ക് ആൽഗകൾ അറിയാം, ആൽഗകളിൽ സ്പോർ ഫോമേഷൻ വരും. ഫംഗസുകളിൽ സ്പോർ ഫോമേഷൻ വരും. അതും പലതരം സ്പോറുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൊനിഡിയ ഒരു സ്പോറാണ്. കൊനിഡിയ പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു എക്സാമ്പിളും കൂടിയാണ് കൊനിഡിയ കേട്ടോ. കൊനീഡിയ ആരാണ് കൊനീഡിയ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? പെട്ടെന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഒരു കാരണവശാലും മറക്കരുതാത്തൊരു എക്സാമ്പിൾ. ഓർത്ത് നോക്കൂ. പെനിസിലിയം. ഇറ്റ് റീപ്രൊഡ്യൂസ് ബൈ കൊനീഡിയ. ഇത് പെനിസിലിയത്തിൻ്റെ ഒരു ഫംഗസ് ആണ്, ഒരു ഹൈഫയാണ്. അത് ഇതാ കൊനീഡിയോ 4 ആയിട്ട് ബ്രാഞ്ച് ചെയ്ത് വരും. അതിൻ്റെ അറ്റത്ത് കുഞ്ഞു കുഞ്ഞു സ്പോർട്സ് ഉണ്ടാവും. ആ സ്പോർട്സിനെയാണ് നമ്മൾ കൊനീഡിയ എന്ന് പറയുന്നത്. ഈ സ്റ്റാക്കിനെ കൊനിഡിയോ 4 എന്നും പറയും അല്ലേ? എല്ലാവരും മറന്നുപോയോ പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും? ഓർമ്മയുണ്ടോ? സോ ഇതാണ് കൊനീഡിയ എന്ന് പറയുന്ന സ്പോറ്. ഫംഗസുകളിൽ കാണും. എക്സാമ്പിൾ പെനിസിലിയം. മറ്റ് സ്പോർട്സിന് എക്സാമ്പിൾസ് ആണ് സൂസ്പോർസ്, അപ്ലാനോസ്പോർസ് എക്സെട്ര. സൂസ്പോർസും അപ്ലാനോസ്പോർസും എക്സാമ്പിൾസ് ആണ്. അപ്പോൾ സ്പോർ ഫോമേഷൻ ബൈ ലോവർ ഓർഗാനിസംസ് ആണ് സ്പോർ ഫോമേഷൻ ചെയ്യുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ആൽഗകളും ഫംഗസുകളും ഒക്കെ ആയിട്ട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ അല്ലാതെ നിങ്ങളൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ബാക്ടീരിയ. അൺഫേവറബിൾ സിറ്റുവേഷനിൽ ബാക്ടീരിയ എൻഡോസ്പോർ ഫോമേഷൻ ചെയ്യും. എൻഡോസ്പോർ ഫോമേഷൻ അതും എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ബഡ്ഡിംഗ് ഹൈഡ്ര, ബൈനറി ഫിഷൻ ബാക്ടീരിയയും അമീബയും, ജെമ്മ്യൂൾസ് സ്പോഞ്ചസ്, ബൾബിൽസ് അഗേവ്, മൾട്ടിപ്പിൾ ഫിഷൻ അമീബ, സ്പോർ ഫോമേഷൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ. ഞാൻ സൂസ്പോർസ് ആൻഡ് അപ്ലാനോസ്പോർസ് എന്ന് എഴുതിയിരിക്കുന്ന അതിന് എക്സാമ്പിൾസ് അല്ല, ആൽഗെ ആൻഡ് ഫഞ്ചൈ ആണ് എക്സാമ്പിൾസ്. ആൽഗെ ഫഞ്ചൈ ഒക്കെ. അതിൽ കൊനീഡിയ പെനിസിലിയം ആണ് എക്സാമ്പിൾ. ഇനി പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എന്തുകൊണ്ടാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? അതിന് മുമ്പ് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ സംഭവം എക്സാമിനുണ്ടായിരുന്നു. ഇന്നത്തെ ബോട്ടണി ക്വസ്റ്റ്യനിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ശരി. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ ടൈപ്പ് ഓഫ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. വൈ? ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വൈ ഈസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ കൺസിഡേർഡ് ആസ് എ ടൈപ്പ് ഓഫ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ? എന്തുകൊണ്ടായിരിക്കും? അതിനു മുമ്പ് നമ്മൾ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ? എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ? കായിക പ്രജനനം. ഒരു പ്ലാന്റിൻ്റെ, ഇത് കൂടുതൽ നമുക്ക് ഹയർ പ്ലാന്റ്സിലാണ് കാണാൻ പറ്റുന്നത്. ലോവർ പ്ലാന്റ്സ്, ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ഇതിലൊന്നും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വരുന്നില്ല. ഉണ്ട്, ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്, അല്ലാതെ നമ്മളിപ്പോൾ പറയുന്ന ടൈപ്പ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വരുന്നില്ല. ആൻഡ് എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് ആയിട്ടുള്ള റൂട്ട്സ്, സ്റ്റെംസ് ആൻഡ് ലീവ്സിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. The type of production of new plants from the vegetative parts of a plant such as roots, stems and leaves. ഇതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫോമേഷൻ ഓഫ് ഗമീറ്റ്സ് ഉണ്ടോ? ഇല്ല. There is no formation of gametes during vegetative reproduction. So vegetative reproduction is also considered as a type of asexual reproduction. Clear ആണോ പറഞ്ഞത്? And vegetative propagation ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. Different examples for vegetative propagation. നമ്മൾ
അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ് ഏതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? റൈസോം, കോം, ബൾബ്, സ്റ്റെം ട്യൂബർ. ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് സ്റ്റെംസിന് എക്സാമ്പിളാണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസിന് എക്സാമ്പിളാണ്. ഇവരെല്ലാവരും പുതിയ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യൂലേ? സോ അതെല്ലാം ഇതിൽ എക്സാമ്പിൾസ് ആയിട്ട് വരും, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലെ എക്സാമ്പിൾസ് ആയിട്ട് വരും. അതുപോലെ സബേരിയൽ സ്റ്റെം ഓർമ്മയുണ്ടോ? സബേരിയൽ സ്റ്റെംസ്, റണ്ണർ, ഓഫ്സെറ്റ്, സക്കർ, സ്റ്റോളൻ. റണ്ണർ, ഓഫ്സെറ്റ്, സക്കർ ആൻഡ് സ്റ്റോളൻ. ഇതെല്ലാം ഓർമ്മയുണ്ടല്ലോ. റണ്ണറിന് എക്സാമ്പിൾ ഹൈഡ്രോകോട്ടൈൽ, സക്കറിന് എക്സാമ്പിൾ ക്രൈസാന്തിമം. അങ്ങനെ നമ്മൾ കുറേ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും പുതിയ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആർക്ക്? റണ്ണറിനും ഓഫ്സെറ്റിനും സക്കറിനും സ്റ്റോളനും ഒക്കെ പുതിയ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾസോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു റൈസോം എന്ന് പറയുന്നത് ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറഞ്ഞാൽ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് സഹായിക്കുന്ന സ്ട്രക്ചർ, അതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. അപ്പോൾ റൈസോം ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്, കോം ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്, ബൾബും സ്റ്റെം ട്യൂബറും റണ്ണറും ഒക്കെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് എന്താണോ, ആ ഓർഗൻസ് ഏതൊക്കെയാണോ അവരെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് വിളിക്കും. വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? The production of new plants from vegetative parts of plants like roots, stems and leaves. Roots, stems and leaves in പുതിയ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ആൻഡ് ഇതിന് എക്സാമ്പിൾസ് ആണ് റൈസോമിന് എക്സാമ്പിൾ ജിഞ്ചർ, ടർമറിക് ഒക്കെ. കോമിന് എക്സാമ്പിൾ അമോർഫോഫാലസ്, യാംസ് എല്ലാം. ബൾബിന് എക്സാമ്പിൾ ഒണിയൻ, സ്റ്റെം ട്യൂബറിന് എക്സാമ്പിൾ പൊട്ടറ്റോ, റണ്ണറിന് എക്സാമ്പിൾ ഹൈഡ്രോകോട്ടൈൽ, ഓഫ്സെറ്റിന് എക്സാമ്പിൾ വാട്ടർ ഹയാസിന്ത്, സക്കറിന് എക്സാമ്പിൾ ക്രൈസാന്തിമം, സ്റ്റോളൻ എക്സാമ്പിൾ ജാസ്മിൻ, നീറിയം. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. ഇവരെല്ലാം തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. വീണ്ടും പറയുന്നു, vegetative propagation is considered as a method of asexual reproduction because there is no formation of gametes. Vegetative propagation രണ്ട് രീതിയിലായിരിക്കാം. ഒന്ന് നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. നാച്ചുറലി സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. എന്നാൽ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളായിട്ട് ചെയ്യുകയാണെങ്കിൽ, മനുഷ്യരായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. നിങ്ങൾ കട്ടിങ്, ലെയറിങ്, ഗ്രാഫ്റ്റിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കട്ടിങ്, ലെയറിങ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് ഇതെല്ലാം ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. കട്ടിങ്, ലെയറിങ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. സോ നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് യങ് വൺസ് ഓഫ് ദ സെയിം കൈൻഡ് ബൈ ആൻ ഓർഗാനിസം ആണ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. ഇവിടെ ഇത് യൂണി പാരൻ്റലാണ്. ദർ ഇസ് നോ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. മറ്റൊരു കാര്യം, എല്ലാ യങ് വൺസും ഒരുപോലിരിക്കും. അതിനെ നമ്മൾ ക്ലോൺസ് എന്ന് വിളിക്കും. പിന്നെ ഒന്ന്, only one type of cell division is there, meiosis നടക്കുന്നില്ല. ആൻഡ് പിന്നെ പറഞ്ഞത് asexual reproductionൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് asexual reproduction: ബഡ്ഡിങ്, ബൈനറി ഫിഷൻ, ജെമ്യൂൾസ്, ബൾബിൾസ്, മൾട്ടിപ്പിൾ ഫിഷൻ, സ്പോർ ഫോർമേഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, കൊനീഡിയ എക്സെട്ര. ഇതെല്ലാം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് asexual reproduction ആണ്. പിന്നെ നമ്മൾ വിട്ടു പോകരുതാത്ത ഒരു എക്സാമ്പിളും കൂടി ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രയോഫിലം അറിയാമോ? ബ്രയോഫിലം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇലമുളച്ചി, ബ്രയോഫിലം.
ഇലമുളച്ചി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആ പ്ലാന്റിൻ്റെ ലീഫാണെന്ന് വിചാരിക്കുക. ആ പ്ലാന്റിൻ്റെ ലീഫാണിതെങ്കിൽ അതിൻ്റെ മാർജിൻസിൽ നിന്ന്, ഈ ലീഫ് മാർജിൻസിൽ നിന്ന് ഈ ഇല മെച്ചുർ ആകുമ്പോഴത്തേക്കും തറയിൽ, അതായത് അടർന്ന് തറയിൽ വീണ് കഴിഞ്ഞാൽ സോയിലുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ മാർജിൻസിൽ ധാരാളമായിട്ട് കുഞ്ഞു കുഞ്ഞു തൈകൾ വരും. അപ്പോൾ ഈ ആദ്യം വരുന്നത് ബഡ് പോലത്തെ സ്ട്രക്ചേഴ്സാണ് വരുന്നത്. ആദ്യം തൈകളല്ല വരുന്നത്, ആദ്യം വരുന്നത് ബഡ് പോലുള്ള സ്ട്രക്ചേഴ്സാണ്. ഇതിനെ നമ്മൾ ലീഫ് ബഡ്സ് എന്ന് വിളിക്കും. ലീഫ് ബഡ്സ്. ഈ ലീഫ് ബഡ്സ് പിന്നെ കുഞ്ഞു തൈകളായിട്ട് മാറും. ഇതിൽ മുറിവ് എങ്ങനെ വന്നാലും അതുപോലെ തന്നെയാണ്. ഈ ഇലയിൽ മുറിവ് വന്നാലും ആ മുറിവ് വന്ന ഭാഗത്ത് പുതിയ ചെടികൾ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മുറിക്കും. കാരണം നമുക്ക് ആവശ്യം പുതിയ ചെടികളാണ്, ലാഭമാണ് ആവശ്യം. അപ്പം മുറിവ് വന്നാൽ അവിടെ പുതിയ ചെടികൾ വരും എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ ലീഫിനെ എടുത്തിട്ട് പലതായിട്ട് കട്ട് ചെയ്യും. ആ മുറിവുകളിലെല്ലാം പുതിയ പ്ലാന്റ്സ് വരും. സോ ലീഫ് ബഡ്സ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന ഒരു പ്ലാന്റിന് എക്സാമ്പിളാണ് ബ്രയോഫില്ലം. ലീഫ് പ്രൊപ്പഗേഷൻ വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റിന് എക്സാമ്പിളാണ് ബ്രയോഫില്ലം. അതിൻ്റെ കൂടെ മറക്കരുതാത്ത ഒരു എക്സാമ്പിളും കൂടിയുണ്ട്. ഇതും നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. കലങ്കെ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്യുന്ന അനേദർ പ്ലാന്റ് കലങ്കെ. അപ്പോൾ കലങ്കെ ആൻഡ് ബ്രയോഫില്ലം ആർ എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ബൈ ലീവ്സ്, ലീഫ് പ്രൊപ്പഗേഷൻ. ലീഫ് ബഡ്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണല്ലോ. നമ്മൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഇത്രയുമാണ് പറയുന്നത്.